ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഉമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഫേസിലൊക്കെ അൺവാണ്ടഡ് ആയിട്ട് കുറേ ഹെയർസും അല്ലേ, നമ്മൾ മുഖത്തൊക്കെ ഈ ലിപ്പിന് ചുറ്റുമൊക്കെ നന്നായിട്ട് നമുക്ക് രോമവളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും പിന്നെ നമ്മളെ സ്കിന്ന് ഒന്ന് ഗ്ലോ ആൻഡ് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ കൂടുതൽ ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് കടലമാവാണ്. അതിലേക്ക് 1 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ വെളിച്ചെണ്ണയാട്ടോ. നമ്മുടെ ഫേസിൽ എത്ര ക്വാണ്ടിറ്റി ഇത് ആവശ്യമുണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറിലാക്കിയിട്ട് വേണം ഫേസ് പാക്ക് എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു പാക്ക് വരുന്നത്. ഇത് ഞാൻ എൻ്റെ ഫേസിലും ഞാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പോൾ ഏതൊരു പാക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് എങ്കിലും ഒന്ന് സെറ്റ്, അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം മാത്രം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഈ ഒരു പാക്ക് ഞാനൊരു 5 മിനിറ്റോളം ഇത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞാനിത് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ രോമവളർച്ച എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം എപ്പോഴും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഈ ഫേസ് പാക്ക് ആ ഒരു ഫേഷ്യൽ ഹെയർസിൻ്റെ റൂട്ട്സിലായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഈ ഒരു ഫേസ് പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് 2-in-1 ഫേസ് പാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ അല്ല ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ റീഗ്രോത്ത് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഫുൾ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എവിടേക്ക് നമുക്ക് ഫേഷ്യൽ ഹെയർസ് കൂടുതലായിട്ടുണ്ടോ ആ ഒരു ഭാഗങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ഹെയർ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉണ്ടായത് ചിലപ്പോൾ പോകണം എന്നില്ല. അതായത് ജസ്റ്റ് ചെറുതായിട്ടേ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ. ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കുറഞ്ഞ അളവിലേ കിട്ടുള്ളൂ. ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നമുക്ക് ആ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള റീഗ്രോത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ഫുൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം. ഇപ്പോൾ ഗൈസ്, 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒഴിവാക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഇതേപോലെ റബ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഞാൻ ഫേസ് ത്രൂ ഔട്ട് ഇങ്ങനെ റബ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യുകയാണ്. ഈ ഒരു ഫേസ് പാക്കിൽ കടലമാവ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റിക്കായിട്ടൊന്നും നമ്മുടെ ഫേസിൽ നിൽക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിനെ റിമൂവ് ചെയ്തെടുക്കാനാവും. ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ നോർമൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുകാരാണ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽ, അതായത് വെളിച്ചെണ്ണ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ തേനോ യൂസ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു ഫേസ് പാക്കിൽ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഫേഷ്യൽ ഹെയർസൊക്കെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ റീഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്, എന്നാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളം വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട്. നന്നായിട്ട് നമ്മളെ സ്കിന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള ഫേഷ്യൽ ഹെയർസ് റീഗ്രോത്ത് ഉണ്ടാകുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉമ്മ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കേ, നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ